ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ദേവ്സ് ക്രിയേഷൻസ്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അഡീനിയം പ്ലാന്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ ഡെസേർട്ട് റോസ് എന്നറിയപ്പെടുന്ന അഡീനിയം പ്ലാന്റിനെ കുറിച്ചിട്ടാണ്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലൊക്കെ നമുക്ക് എന്തൊക്കെ കെയർ ചെയ്യണം, അതുപോലെ ഇതിൻ്റെ വലിയ കോഡക്സ് ഉണ്ടാവാനും വിത്ത് നല്ല രീതിയിൽ ഉണ്ടാവാനും എങ്ങനെ നല്ല രീതിയിൽ പൂക്കളോടുകൂടി ചെടി വളർത്താം, അതുപോലെ വീട്ടിൽ നല്ല ഒരു ഓർഗാനിക് വളം എങ്ങനെ ഉണ്ടാക്കാം, പ്രൂണിങ് റീപോർട്ടിങ് എല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. അഡീനി എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ഡെസേർട്ട് പ്ലാന്റ് ആണ്. ഡെസേർട്ട് റോസ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത തന്നെ പറയുന്നത് നല്ല കട്ടിയുള്ള കോഡക്സ് ആയിരിക്കും. അഡീനിയം പ്ലാന്റിൻ്റെ ഭംഗി തന്നെ കോഡക്സ് ആണല്ലേ. അപ്പോൾ ഇതുപോലെ നല്ല വലിപ്പത്തിൽ കോഡക്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനും, അതുപോലെ ചെടി നിറയെ ഇതുപോലെ പൂക്കൾ നന്നായിട്ട് പൂത്ത് നിൽക്കാനൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പിന്നെ അതുപോലെ നമുക്ക് വീട്ടിൽ എളുപ്പത്തിലൊരു വളം തയ്യാറാക്കി കൊടുത്താൽ നല്ല രീതിയിൽ ഈ ഒരു സമയത്ത് നന്നായിട്ട് പൂക്കൾ തരും. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ തന്നെ നമുക്ക് ഒരു ചിലവും ഇല്ലാതെ തന്നെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തന്നെ കുറച്ച് വളം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആരെങ്കിലും എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ. അഡീനി എന്നാൽ ഒരു ഡെസേർട്ട് പ്ലാന്റ് ആണ്. ഈ ഡെസേർട്ട് റോസ് എന്ന് വിളിക്കുന്നത് തന്നെ പ്രത്യേകത വെച്ചാൽ ചൂട് നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല രീതിയിൽ ചൂട് കിട്ടിയാൽ മാത്രമാണ് ഇതുപോലെ നന്നായിട്ട് പൂത്ത് നിൽക്കുകയുള്ളൂ. അപ്പോൾ ഈ താഴെ കാണുന്ന ആ കട്ടിയുള്ള തണ്ടുണ്ടല്ലോ, ആ കോഡക്സ് ഭാഗം, അതും നല്ല രീതിയിൽ വലിപ്പത്തിൽ വെക്കണമെന്നെങ്കിൽ നല്ല രീതിയിൽ ചൂടും അത്യാവശ്യം വളങ്ങളൊക്കെ കിട്ടിയാൽ മാത്രമാണ് കോഡക്സ് നല്ല രീതിയിൽ വളർന്ന് നല്ല വലിപ്പത്തിൽ നിൽക്കുകയുള്ളൂ. അടീനെ നന്നായിട്ട് പൂക്കണമെങ്കിൽ ദിവസവും കുറഞ്ഞത് ഒരു 5 മുതൽ 6 മണിക്കൂർ വരെ നേരിട്ടുള്ള സൂര്യപ്രകാശം കിട്ടണം. വെയിൽ കുറവായാൽ മാത്രമേ ഇലകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, പൂക്കളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മോർണിംഗ് സൺലൈറ്റ് ഏറ്റവും നല്ലതാണ്. ബാൽക്കണിയിലാണെങ്കിലും ടെറസിൽ പോലുള്ള സ്ഥലങ്ങളിലാണെങ്കിലും നല്ല വെയിലടിക്കുന്ന ഭാഗത്ത് തന്നെ ചെടി വയ്ക്കാൻ നോക്കുക. ഇത് ഒരു എന്താ പറയുക, ഒരു പ്രത്യേകതരം പ്ലാന്റാണ്. മണ്ണ് പൂർണ്ണമായും വരേണ്ടതിന് ശേഷം മാത്രമാണ് വെള്ളം കൊടുക്കാവൂ. മണ്ണ് തൊട്ട് നോക്കിയാൽ അത് ഡ്രൈ ആയിട്ട് തോന്നണം. ഓവർ വാട്ടറിങ് ചെയ്താൽ റൂട്ട് അത് വല്ലാതെ അങ്ങ് പഴുത്ത് ചീഞ്ഞ് പോവും. കോഡക്സ് സോഫ്റ്റ് ആകുന്നതിൻ്റെ അതിൻ്റെ ഒരു അടയാളമായിട്ടാണ് ഇതൊരു ഞെങ്ങുന്ന രീതിയിൽ വരുന്നത്. അതുപോലെ ഡ്രെയിനേജ് ഹോൾ ഇല്ലാത്ത പോട്ട് ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കരുത്. മണ്ണ് തിരഞ്ഞെടുക്കുമ്പോൾ സാധാരണ ഗാർഡൻ സോയിൽ മാത്രമല്ല, നല്ല ഡ്രൈനേജുള്ള പോട്ട് മിക്സ് വേണം. ഇപ്പോൾ പലവരും ചെടി വളർത്തുന്ന സമയത്ത് പറയാറുണ്ട്, നമ്മുടെ വീട്ടിൽ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്, വളങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, വെള്ളം കൊടുക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എന്താ പറയുക, നല്ല രീതിയിൽ കോഡക്സ് ഉണ്ടാവുന്നില്ലെന്ന്. അപ്പോൾ നല്ല രീതിയിൽ വലിയ കോഡക്സ് എങ്ങനെ വളർത്താം എന്ന് നോക്കാം. അതായത് സീഡ് ഗ്രോത്ത് പ്ലാന്റ് ആണെങ്കിലും കോഡക്സ് നല്ല രീതിയിൽ വളരും. കട്ടിംഗ് പ്ലാന്റ്സിൽ അത്ര വലുതാകില്ല. റീപോർട്ട് ചെയ്യുമ്പോൾ റൂട്ട്സ് അല്പം മുകളിലേക്ക് എക്സ്പോസ് ചെയ്ത് നട്ടാലാണ് കോഡക്സ് ഷേപ്പ് മനോഹരമാകുന്നത്. നല്ല സൺലൈറ്റ്, അതുപോലെ തന്നെ കൺട്രോളിങ് വാട്ടർ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നല്ല രീതിയിൽ അത്യാവശ്യം ചെടിക്ക് വളമൊക്കെ കൊടുത്ത് നല്ല ബോൺസായിട്ട് വളർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിത്തിൽ നിന്നുള്ള പ്ലാന്റിലാണ് നമുക്ക് നല്ല രീതിയിൽ കോഡക്സ് ഉണ്ടാവുള്ളൂ. വിത്ത് നട്ട് വളർത്താൻ ആഗ്രഹിക്കുന്നവർ ഫ്രഷ് സീഡ് ഉപയോഗിക്കുക. ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സീഡ്സ് ഗ്രോത്ത് പ്ലാന്റ് ആയിരിക്കണം. വിത്ത് നട്ട് വളർത്തുന്ന അഡീനിയത്തിൻ്റെ കോഡക്സ് സ്വാഭാവികമായിട്ട് വലുതായിട്ട് തന്നെ വളരും. കട്ടിങ് ഉപയോഗിച്ച് വളർത്തിയ ചെടിയിൽ അത്ര വലിയ കോഡക്സ് ഉണ്ടായില്ല, പക്ഷെ സാധാരണ രീതിയായിട്ട് ഉണ്ടാവില്ലെങ്കിലും നന്നായിട്ട് കമ്പുകളിൽ വന്ന് നിറയെ പൂക്കളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ രണ്ടാമതായിട്ട് പോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ വളരെ പ്രാധാന്യമാണ്. വളരെ ഡീപ്പായ പാത്രം ഉപയോഗിക്കാതെ വീതിയുള്ള കൂടുതലുള്ള നല്ല സ്ലോ പോട്ട് ഉപയോഗിക്കുക. ഇത് കോഡക്സ് പുറത്തേക്ക് പരന്ന് വളരാനായിട്ട് സഹായിക്കും. ഇതുപോലത്തെ പാത്രമല്ല, കുറച്ച് പരന്നിരിക്കുന്ന പാത്രത്തിൽ നടാണെങ്കിൽ നല്ലതാണ്. പിന്നെ മൂന്നാമതായിട്ട് വെള്ളം നിയന്ത്രിച്ച് കൊടുക്കണം. അതായത് സോയിൽ പൂർണ്ണമായും വരേണ്ടതിന് ശേഷം മാത്രം നല്ല രീതിയിലുള്ള വെള്ളം കൊടുക്കുക. ഇടയ്ക്ക് സോയിൽ എപ്പോഴും നനഞ്ഞ നിലയിൽ വയ്ക്കരുത്. കുറച്ച് എന്താ പറയുക കൂടുതൽ വെള്ളം സംഭരിക്കാൻ പ്രേരിപ്പിക്കുന്ന ചെടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കോഡക്സ് വലുതാവും. അതുകൊണ്ട് കുറച്ച് നനവ് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നാലാമതായിട്ട് നല്ല സൂര്യപ്രകാശം വേണം. ദിവസവും കുറഞ്ഞത് 5 മുതൽ 8 മണിക്കൂർ വരെ ഡയറക്റ്റ് സൺലൈറ്റ് നമ്മുടെ ഈ ഒരു അഡീനിയം പ്ലാന്റിന് വേണം കേട്ടോ. അഞ്ചാമതായിട്ട് പ്രൂണിങ് ചെയ്യണം കേട്ടോ. പഴയ കൊമ്പുകളെല്ലാം ചെറുതായിട്ട് മുറിച്ചാൽ നല്ല രീതിയിൽ ഇലകളിൽ പെട്ടെന്ന് തന്നെ പുതിയ പുതുക്കൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു ഫെബ്രുവരി മാർച്ച് മാസത്തിൽ പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ അതുപോലെ റീപോർട്ട് ചെയ്യുമ്പോൾ റൂട്ട് അല്പം മുകളിലേക്ക് എക്സ്പോസ് ചെയ്ത് നട്ടാൽ കോഡക്സ് നല്ല ഷേപ്പ് മനോഹരമാകും. അപ്പോൾ 1-2 വർഷത്തിൽ ഒരിക്കൽ മാത്രം റീപോർട്ട് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ അഡീനിയം പ്ലാന്റിൽ നന്നായിട്ട് പൂക്കൾ തരാനും കോഡക്സിന് നല്ല വലിപ്പം വയ്ക്കാനും നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റായിട്ടൊരു വളം ഇന്നത്തെ വീഡിയോയിൽ പറയാം കേട്ടോ. അത് ഏറ്റവും എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വളമാണ്.
ഇത് വന്നിട്ട് ചാരം, അതുപോലെ തന്നെ ആട്ടുംകാഷ്ടം, നമ്മുടെ മുട്ടയുടെ തൊണ്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ പഴത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ നമ്മൾ പഴമൊക്കെ ഉണക്കി പൊടിച്ച ഒരു പൊടിയില്ലേ, അതും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആട്ടുംകാട്ടമൊക്കെ നല്ല രീതിയിൽ ഉണക്കിയെടുക്കണം. ഉണക്കിയെടുത്ത് പൊടിച്ചെടുക്കുക. പിന്നെ അതുപോലെ മുട്ടയുടെ തൊണ്ടും പിന്നെ ചാരവും മിക്സ് ചെയ്ത്, ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു 15 ദിവസം നമ്മുടെ ചെടിയുടെ ചോട്ടിൽ ഇട്ട് കൊടുത്താൽ മതി. 15 ദിവസത്തിനിടയ്ക്ക് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്താലുണ്ടല്ലോ നല്ല കളർഫുള്ളായിട്ട് പൂക്കളും ഉണ്ടാവും. നമ്മുടെ കോഡക്സിന് നല്ല വലിപ്പവും വയ്ക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു വളം നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്ത് നോക്കണം. ഈ ഒരു സമയത്ത് ഈ ഒരു വളം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും പൂക്കളൊക്കെ കാണാൻ. പിന്നെ അതുപോലെ നല്ല രീതിയിൽ കോഡക്സ് വലിപ്പം വയ്ക്കാനും ഈ ഒരു വളം നല്ലതാണ്. ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ചെടിയുടെ ചുറ്റും മണ്ണ് അല്പം നീളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. 15 മുതൽ 20 ദിവസത്തിനൊരിക്കൽ മാത്രം ഇത് കൊടുത്താൽ മതി കേട്ടോ. അധികം ഇത് ആട്ടിൻകാഷ്ടം നമ്മൾ ചേർത്ത് കൊടുക്കരുത്. അധികം ആട്ടിൻകാഷ്ടം ചേർത്താൽ നമ്മുടെ ചെടിയുടെ കോഡക്സ് പെട്ടെന്ന് പഴുത്തു പോവും. കാരണം ചൂട് കൂടുതലാണ് ആട്ടുംകാഷ്ടത്തിന്. അതുകൊണ്ട് കുറച്ച് മാത്രം ഇട്ട് കൊടുക്കാമുള്ളൂ. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് മാത്രം എടുത്ത് പൊടിച്ച് വെച്ചിട്ട് നിങ്ങൾ 10-20 ദിവസത്തിന് മാത്രം ഓരോ ചെടിയുടെ ചുവട്ടിലും ഒരു സ്പൂൺ വീതമൊക്കെ 1-1.5 സ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി. വലിയ പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് 2 സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. പലവരും ചോദിക്കാറുണ്ട് കമ്പുകൾ ഈ സമയത്ത് മുറിച്ച് കൊടുക്കാമോ. നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ പ്രൂണിങ് ചെയ്യുന്നത് വളരെ പ്രാധാന്യമാണ്. പഴയ കൊമ്പുകളൊക്കെ ചെറുതായി മുറിച്ചാൽ പുതിയ കൊമ്പുകൾ വരും. പുതിയ കൊമ്പുകളിലാണ് കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്നത്. സ്പ്രിംഗ് സീസണാണ് പ്രൂണിങ് ചെയ്യാൻ ഏറ്റവും നല്ല സമയം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാം. പിന്നെ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് അഡീനിയത്തിൻ്റെ ആക്റ്റീവ് ഗ്രോത്ത് തുടങ്ങുന്നത്. ഈ സമയത്ത് സൺലൈറ്റ് ഉറപ്പാക്കണം, വെള്ളം നിയന്ത്രിക്കണം, ഓർഗാനിക് വളങ്ങൾ മാത്രം നൽകുക, പ്രൂണിങ് ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ അഡീനിയം പ്ലാന്റ്സിൽ നല്ല രീതിയിൽ പൂക്കൾ തരും. നമ്മൾ ഈ ഒരു വളം മിക്സ് ചെയ്യേണ്ട സമയത്ത് നല്ല രീതിയിൽ എല്ലാം കൂടി മിക്സ് ചെയ്യണം കേട്ടോ. അതായത് നമ്മുടെ പഴത്തിൻ്റെ തോല്, അതുപോലെ ആട്ടുംകാഷ്ടം, മുട്ടത്തോട്, ചാരം, ഇതെല്ലാം ഒരേ അളവിൽ തന്നെ എടുത്തിട്ട് മിക്സ് ചെയ്യുക. ആട്ടുംകാഷ്ടം കൂടുതൽ ഇടാതെ നോക്കുക കേട്ടോ. അടീനെ വളർത്തുന്നത് എളുപ്പമാണ്. ഓവർ കെയർ ചെയ്യാതെ ശരിയായ രീതിയിൽ നോക്കിയാൽ മതി. പലരും പറയാറുണ്ട് നമ്മുടെ പ്ലാന്റിലൊന്നും വിത്തുകളൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ വിത്തുകൾ ഉണ്ടാകാത്ത മെയിൻ കാരണം അത്യാവശ്യം മദർ പ്ലാന്റിലൊക്കെയാണ് നമ്മുടെ വിത്തുകളൊക്കെ കാണുന്നത്. നമ്മൾ ഹെൽത്തി പ്ലാന്റ്, നല്ല സൺലൈറ്റ്, ബാലൻസ്ഡ് ഫെർട്ടിലൈസർ എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ സീഡ് ഫോർമേഷൻ ചാൻസ് കൂടുതലാകും. ഇങ്ങനെ ഹാൻഡ് പോളിനേഷനൊക്കെ ചെയ്താൽ നിങ്ങളുടെ അഡീനിയത്തിൽ നിന്നും സ്വന്തം വിത്തുകളൊക്കെ ശേഖരിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നല്ല സൂര്യപ്രകാശം, നല്ല രീതിയിൽ വളങ്ങൾ, നല്ല രീതിയിൽ കെയറിങ് ഒക്കെ ചെയ്താൽ ഇതുപോലെ നമുക്കത് വിത്തുകളൊക്കെ ഉണ്ടാവും കേട്ടോ. വിത്തുകൾ നമുക്കറിയാലോ, ഇതുപോലെ മൂത്ത് വരുന്ന സമയത്ത് തന്നെ ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കണം. കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അത് പറന്ന് പോവില്ല. അല്ലെങ്കിൽ അത് ഒന്നും കെട്ടിക്കൊടുത്തില്ലെങ്കിൽ റബ്ബർ ബാൻഡ് ആയാലും ഇട്ട് വെച്ചാൽ മതി. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് ചെറിയതായിട്ട് പൊട്ടിയിട്ട് ആ വിത്തുകളെല്ലാം പറന്നു. വിത്ത് നടണ സമയത്ത് നമ്മൾ അറിയാലോ, കുറച്ച് മണലും കുറച്ച് ചകിരിച്ചോറിലും കൂടി ചെറുതായിട്ട് വെള്ളമൊക്കെ തളിച്ച് കൊടുത്താൽ പെട്ടെന്ന് മുളച്ച് കിട്ടും. അത്യാവശ്യം നല്ല രീതിയിൽ വിത്ത് മുളച്ച് കിട്ടിട്ട് ഇപ്പോൾ ഈ പ്ലാന്റ് നടാണെങ്കിൽ നല്ല രീതിയിൽ കോഡക്സ് തൈയോടുകൂടി വളരാനും ഹെൽപ്പ് ചെയ്യും. വിത്ത് നട്ട് വളർത്തുമ്പോൾ ലൈറ്റ് സാൻഡി സോയിൽ ഉപയോഗിക്കുക. സോയിൽ മോയ്സ്റ്റായിട്ട് ഇരിക്കണം. അതുപോലെ വെറ്റാവാൻ പാടില്ല. നല്ല ബ്രൈറ്റ് ലൈറ്റ് വേണം. അപ്പോൾ 5 മുതൽ 10 ദിവസത്തിനുള്ളിൽ തന്നെ വിത്തുകൾ പെട്ടെന്ന് മുളയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് വിത്തുകൾ വരെയും നല്ല രീതിയിൽ ചെടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു വളം ആട്ടിൻകാഷ്ടവും അതുപോലെ മുട്ടത്തോടും ചാരവും ഒക്കെ വീട്ടിൽ ഉണ്ടാവുന്നതല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ എപ്പോഴും നമ്മൾ ലിക്വിഡ് ഫെർട്ടിലൈസറിന് നല്ല ഇതുപോലെ എന്തെങ്കിലും വളമായിട്ട് ഇട്ട് കൊടുക്കണമായിരിക്കും. അപ്പോൾ എപ്പോഴും ഓർഗാനിക് വളങ്ങൾ ട്രൈ ചെയ്ത് കൊടുക്കുക. രാസവളങ്ങൾ അങ്ങനെയൊന്നും കൊടുക്കാതെ നമ്മൾ വീട്ടിലുണ്ടാവുന്ന വളങ്ങൾ ചെയ്ത് കൊടുത്ത് നമ്മുടെ അഡീനിയത്തിൽ നല്ല രീതിയിൽ പൂക്കളുണ്ടാവാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ പൂക്കളുണ്ടാവുകയും നല്ല രീതിയിൽ കോഡക്സ് ഉണ്ടാവുകയും അത്യാവശ്യം വിത്തുകളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ അഡീനിയം ചെടിയിലും നിറയെ പൂക്കൾ ഉണ്ടാവും ഈ ഒരു സമയത്ത്. അപ്പോൾ ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാതിരിക്കും. താങ്ക് യു സോ മച്ച്.